ഈയിടെയായിട്ട് ഒരുപാട് വ്യക്തികൾ ക്രെഡിറ്റ് കാർഡ് ലോണ് സംബന്ധിച്ച് അനേകം പേര് വിളിക്കുന്നുണ്ട്. ഇത് ഒരുപാട് റിക്കവറി ഏജൻസ് അവർ വിളിച്ച് ത്രെട്ടൻ ചെയ്യാണ് പേയ്മെൻ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പലതവണ ഇതിനെക്കുറിച്ച് റേഡിയോ ഏഷ്യയിലും അതുവഴി തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരുപാട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ ഇത്തരം റിക്കവറി ഏജൻസോ മറ്റും ഭീഷണിപ്പെടുത്തി വിളിക്കുമ്പോൾ അവരുടെ ട്രാപ്പിൽ ഉൾപ്പെടാൻ പാടില്ല. ഒരു കാരണവശാലും അവരുമായിട്ടൊരു സെറ്റിൽമെൻറ്റിനോ അല്ലെങ്കിൽ ബാങ്കായിട്ടൊരു സെറ്റിൽമെൻറ്റിനോ അവിടെ ചെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുകയോ സെക്യൂരിറ്റി ചെക്ക് കൊടുക്കുകയോ നെഗോഷിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ട്രാപ്പിൽ പെട്ടുപോകും. അതേ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രോസസ്സ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരു കേസ് കോർട്ടിൽ വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കോർട്ട് മുഖേന സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കോർട്ടിൽ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ കോർട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ സ്റ്റോപ്പ് ചെയ്തത് ആ എമൗണ്ടിൽ കൂടെ ഒരു 2,000 to 3,000 ദിർഹംസ് കോർട്ട് ഫീസ് എല്ലാം കൂടി വരുള്ളൂ. അങ്ങനെ വരുന്ന ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളൊരു അപ്പീല് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ലോൺ എടുത്തതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെക്കാളും കൂടുതലൊരു എമൗണ്ടാണ് അവർ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക, ഒരു അപ്പീലുമാതിരി ഫയൽ ചെയ്യുക. ആ അപ്പീലിന് ശേഷം ഒരു ആക്ച്വൽ എമൗണ്ടിൽ കൊണ്ടുവരിക. അത് ശേഷം ഒരു 30% ആയിട്ട് അടച്ച് ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിക്കവറി ഏജൻസായിട്ടോ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവർ ക്ലിയറൻസ് തരില്ല. എന്ത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ അവർക്കെതിരെ ഒരു കേസിന് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ടൈമിന് നിങ്ങൾ ഈവൻ ഫുൾ എമൗണ്ട് അടച്ചാൽ പോലും നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടരുതെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം എല്ലാ ബാങ്കും ഒരുപോലെ ആയിരിക്കില്ല. ഓരോ ബാങ്കിനും അതിൻ്റേതായ പോളിസികളുണ്ട്, ഓരോ റിക്കവറി ഏജൻസിനും അതിൻ്റേതായ പോളിസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ നേരിട്ട് എൻ്റെ അടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്.